വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. രാവിലെ 10:45 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയാകുന്ന ചടങ്ങോടെ വിഴിഞ്ഞം കേവലം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്നതിലപ്പുറം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കവാടമായി മാറും. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. ആ മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ തുറമുഖം നഗരമാക്കി മാറ്റുക എന്നുള്ള സംരംഭത്തിന് കൂടിയുള്ള തുടക്കമായിരിക്കും വിഴിഞ്ഞത്തെ ഈ വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതോടുകൂടി ഉണ്ടാകുക. കേരളത്തിലെ മുഴുവൻ തുറമുഖങ്ങളെയും, ചെറുകിട തുറമുഖങ്ങളെയും വൻകിട തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സംരംഭത്തിന് വിഴിഞ്ഞം അതിൻ്റെ ആസ്ഥാനമായും വിഴിഞ്ഞം ലോകത്തിലേക്കുള്ളതിൻ്റെ കവാടമായും മാറും. സിംഗപ്പൂർ തുറമുഖത്തെയും കൊളംബോ തുറമുഖത്തെയും വെല്ലുന്ന തരത്തിലുള്ളൊരു തുറമുഖം കേരളത്തിന് സ്വന്തമായി ഉണ്ടാകുക എന്നുള്ള മലയാളികളുടെ ദീർഘകാലത്തെ സ്വപ്നം, പതിറ്റാണ്ടുകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുക കൂടെ ചെയ്യുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി സംരംഭം ഈ മാസം 18-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇതുവരെ ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യം മാത്രം ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പോർട്ടിൽ നമുക്ക് കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾക്ക് കൂടി ആരംഭം കുറിക്കുകയാണ്. ഇത് കേരളത്തെ വലിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂടെ ഗേറ്റ് വേ ആയി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന കാര്യത്തിനുള്ളൊരു നല്ല തുടക്കം കൂടിയായിരിക്കും ഇത്. തുറമുഖത്തിന് പുറത്ത് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങളായ കശുവണ്ടി, കയർ, അതുപോലെ മത്സ്യ സംസ്കരണം, നമ്മുടെ സുഗന്ധദ്രവ്യ ഉൽപ്പന്നങ്ങൾ, ഒളിയോൺസൻസ് തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നതിന് പകുതി ചെലവ് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, അതിൻ്റെ ഷിപ്മെൻറ്റിനുള്ള സമയം നേർപകുതിയായി കുറയുകയും ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പോർട്ടിന് പുറത്ത് ഒരു വലിയ വ്യവസായ ശൃംഖല കേരളത്തിലുണ്ടാകും. ലോജിസ്റ്റിക്സ്, അതുപോലെ കണ്ടെയ്നർ ടെർമിനൽ സ്റ്റേഷൻസ് ഉണ്ടാകും. ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാകും. ഇത് വലിയ മാറ്റത്തിന് കേരളത്തിൽ വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ കൊച്ചി തുറമുഖത്തെയും കൊച്ചിയിലെ കണ്ടെയ്നർ സ്റ്റേഷനെയും 18 മിനി തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിക്കാണ് ഇതോടുകൂടി ആരംഭം കുറിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാൻ, മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത്. കേരളത്തെ വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു അവസരത്തിൽ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം എത്തി നിൽക്കുന്നു? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തിരുവനന്തപുരത്തെ സംബന്ധിച്ചും വിഴിഞ്ഞത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഇത് നിർണായകമായ ഒരു ദിനമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാജ്യാന്തര കപ്പൽചാലിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു തുറമുഖം കൂടിയാണ്. മദർഷിപ്പുകൾക്ക് സുഗമമായി എത്തി ചരക്കിറക്കുകയും കയറ്റുകയുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം. അവിടെ നിന്ന് നേരിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന എക്സിം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 10:45 കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് രാജ്യത്തിന് മുഴുവൻ, അതായത് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഈ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനായി നമ്മൾ സാധാരണയായി സിംഗപ്പൂർ, കൊളംബോ, ദുബായ് തുറമുഖങ്ങളെയാണ് ഇതിനു മുമ്പ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇനി അതൊന്നും ആവശ്യമില്ലാതെ രാജ്യത്തെ ഏത് ഭാഗത്തു നിന്നുമുള്ള കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ചരക്കുകൾ കയറ്റി അയക്കാനും ഇവിടെ അത് ഇറക്കാനുമുള്ള ഒരു സംവിധാനം സമ്പൂർണമായി തന്നെ ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇതോടൊപ്പം കേരളത്തിലെ ഏതാണ്ട് ഒരു 600 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിഷൻ സമുദ്ര പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട്
രാഷ്ട്രീയമായ ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ അതിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഒരു തുടക്കവും ഇന്ന് തന്നെ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നതിലൂടെ കേരളത്തെ ഒരു തുറമുഖ രാജ്യത്തിന്റെ ഒരു തുറമുഖ കവാടമായി കൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുന്നു. ഏതാണ്ട് 9 നോട്ടിക്കൽ മൈലുകൾക്ക് അപ്പുറത്തേക്ക് രാജ്യാന്തര കപ്പൽച്ചാലാണ്. സ്വാഭാവികമായി ഓരോ ദിവസവും 200-ലധികം വൻ കപ്പലുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ നിന്ന് ഏറ്റവും അടുത്തെത്താവുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ ഏറെ വർദ്ധിപ്പിച്ചത്. അതോടൊപ്പമാണ് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതിക്ക് കൂടി ഇന്ന് തുടക്കം കുറിക്കാൻ കഴിയുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. ഈ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് 2028 അവസാനിക്കുന്ന തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം കൂടി ഇന്ന് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലും വിഴിഞ്ഞത്തിലുമൊക്കെ സമ്മാനിക്കുന്ന വാണിജ്യ താല്പര്യങ്ങൾ. ശരി, ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കേരളീയർക്കൊക്കെ ഒരു അഭിമാനമുള്ള ഒരു സംഭവം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഡാൻ കുര്യനാണ് നമുക്ക് വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.